സംഗമം പൂർത്തിയാക്കിയ ഹാജിമാരിൽ ഭൂരിഭാഗവും മിനായിലേക്ക് തിരിച്ചെത്തി കല്ലേറ് കർമ്മം പൂർത്തിയാക്കുന്നു. ഇന്നലെ മുസ്തലിഫയിൽ രാപ്പാർത്ത ശേഷമാണ് ഹാജിമാർ മിനായിലേക്ക് എത്തുന്നത്. ബലിപെരുന്നാൾ ദിനമായ ഇന്ന് ഹാജിമാർക്ക് ബലികർമ്മവും തലമുടി നീക്കം ചെയ്യുന്ന കർമ്മവുമുണ്ട്. കഅബയ്ക്കരികിലെത്തി ഹജ്ജിന്റെ തവാഫ് കർമ്മം പൂർത്തിയാക്കുന്ന ഹാജിമാർ ഇന്ന് ഹജ്ജിന് അർദ്ധവിരാമം കുറിക്കും. എന്തൊക്കെ സംഭവിക്കുന്നു മിനായിൽ എന്നുള്ള വിവരങ്ങൾ നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കാം. അഫ്താബ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹജ്ജിലെ ഏറ്റവും തിരക്ക് പിടിച്ച കർമ്മങ്ങളാണ് ഇന്ന് ഹാജിമാർക്ക് പൂർത്തിയാക്കാനുള്ളത്. ഇന്നലെ അറഫ സംഗമം പൂർത്തിയാക്കിയ ഹാജിമാർ മുസ്ദലിഫ എന്ന ഇടത്താവളത്തിലാണ് പ്രവാചകന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് താമസിച്ചത്. അവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ മിനയോട് മുസ്ദലിഫയോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പല ഭാഗങ്ങളിലായി ഹാജിമാർ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഇവർ ഇവിടെ നിന്നും മിനായിലേക്ക് നീങ്ങും. മിനായിൽ അവർക്ക് ആദ്യം പൂർത്തിയാക്കാനുണ്ടാവുക കല്ലേറ് കർമ്മമാണ്. ഇനിയുള്ള തുടർന്നുള്ള 4 ദിനങ്ങളിൽ വരെ ഹാജിമാർക്കുണ്ടാവുക പൂർത്തിയാക്കാനുള്ളത് കല്ലേറ് കർമ്മമാണ്. ഇന്ന് കല്ലേറ് കർമ്മത്തിന് പുറമെ ബലിപെരുന്നാൾ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഹാജിമാർ പരസ്പരം മധുരം വിതരണം ചെയ്യുന്ന ഒരു ദിനം കൂടിയാണ് എന്ന്. അതോടൊപ്പം തന്നെ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ഹാജിമാർക്ക് ബലികർമ്മം പൂർത്തിയാക്കാനുണ്ട്. ഒപ്പം മുടി മുറിച്ചുകൊണ്ട് ഹാജിമാർക്ക് ഇന്ന് ഹജ്ജിന് അർദ്ധവിരാമം കുറിക്കാം. എന്ന് വെച്ചാൽ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഇന്ന് പൂർത്തിയാകും. അതോടൊപ്പം ഇന്ന് ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള കഅബക്കരികിലെത്തിക്കൊണ്ടുള്ള തവാഫ് കർമ്മവും അനുബന്ധ ചടങ്ങുകളും പൂർത്തിയാക്കാനുണ്ട്. അതുൾപ്പെടെ ഇന്ന് കിലോമീറ്ററുകൾ ഹാജിമാർക്ക് സഞ്ചരിക്കുവാനുണ്ടാകും. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടാണ് ഇന്ന് ഹാജിമാർ അവരുടെ കർമ്മങ്ങൾ ഭൂരിഭാഗവും പൂർത്തിയാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ കായികാധ്വാനം വേണ്ട, ഏറെ ക്ഷീണമുണ്ടാകുന്ന ദിവസം കൂടിയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. പ്രത്യേകിച്ച് പകൽ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ തന്നെ വെയിലിന് കാഠിന്യമേറും. ഇതിന് മുന്നോടിയായി തന്നെ ഹാജിമാർ പരമാവധി നേരത്തെ കല്ലേറ് കർമ്മം പൂർത്തിയാക്കിക്കൊണ്ട് തമ്പുകളിലേക്ക് മടങ്ങിയെത്താൻ ശ്രമിക്കും. ബാക്കിയുള്ളവർ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വൈകിട്ടായിരിക്കും അവരുടെ തവാഫ് ഉൾപ്പെടെയുള്ള കർമ്മങ്ങളിലേക്ക് പോവുക. അല്ലാത്തവർ നാളെ ആയിരിക്കും തവാഫ് ഉൾപ്പെടെയുള്ള കർമ്മങ്ങളിലേക്ക് പോവുക. ഈ തരത്തിൽ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഇന്ന് അതിന് വിരാമം കുറിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 17 ലക്ഷത്തിലേറെ ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക്. ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. കനത്ത ചൂടായിട്ട് പോലും മതിയായ ശീതീകരണ സംവിധാനങ്ങൾ മുഴുവൻ തമ്പുകളിലും ഒരുക്കിയത് ഹാജിമാർക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഹജ്ജിൽ എണ്ണം കുറച്ചതുപോലും ഹാജിമാർക്ക് കർമ്മങ്ങൾ വളരെ സുഗമമായി ചെയ്യുവാൻ സഹായകരമായിട്ടുണ്ട്. ഈ തരത്തിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ഇനി ശനിയാഴ്ച വരെയുള്ള ഹാജിമാർക്കുള്ള കർമ്മം എന്ന് പറയുന്നത് കല്ലേറ് കർമ്മങ്ങളായിരിക്കും. അതിന് മുന്നോടിയായി ഇന്ന് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതിലേക്കുള്ള തിരക്കിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്.